ഇന്ന് നമ്മളൊരു മലേഷ്യൻ കല്യാണം കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്. മലേഷ്യൻ മലയാളിയാണ് ബ്രൈഡ്. ഗ്രൂം വന്നിട്ട് സൗദിയാണ് കേട്ടോ. മലേഷ്യൻ മലയാളി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ നാട് കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ മലേഷ്യൻസ് ആയവരാണ് കേട്ടോ. മലേഷ്യൻ മലബാർ, അതായത് മലബാർ ഏരിയ എന്ന് വന്നവർക്കാണ് മലേഷ്യൻ മലബാറീസ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്രൂം വന്നിട്ട് ഒരു സൗദിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കല്യാണ വീടിൻ്റെ ഫ്രണ്ട്, വീടല്ല കേട്ടോ ഇതൊരു നമ്മളുടെ നാട്ടിൽ കല്യാണ മണ്ഡപം എന്നൊക്കെ പറയില്ലേ, പക്ഷേ ഇതൊരു മാളിനകത്താണ് കേട്ടോ. മാളിനകത്ത് ഒരു കല്യാണ ഹോള്, കല്യാണം എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഹോളിലാണ് ഈ ഒരു കല്യാണം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ഹോളാണ്. അപ്പോൾ നമ്മൾ കല്യാണ മണ്ഡപത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കല്യാണ മണ്ഡപത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മളുടെ ഉസ്താദിനെ കണ്ടു. ഉസ്താദ് ഇവിടെ ഒരു മലബാർ പള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയിൽ ഉസ്താദാണ്. പോരാത്തതിന് നമ്മളുടെ നാട്ടുകാരനും കൂടിയാണ് കേട്ടോ ഉസ്താദ്. ഉസ്താദിനോട് കുറച്ച് നേരം നമ്മൾ സംസാരിക്കുകയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ കല്യാണ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്. മറിയത്താത്തയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം മറിയത്താത്തയാണ്. അപ്പോൾ മറിയത്താത്താനോടും കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മളിതാ കല്യാണ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അടിപൊളി ഡെക്കറേഷൻ കേട്ടോ. ഇതുപോലൊരു ഡെക്കറേഷനുള്ളൊരു ഹോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ജീവിതത്തിൽ. ഫുള്ളൊരു പൾപ്പിൾ തീമിൽ മങ്ങിയ ലൈറ്റിൽ നല്ല അടിപൊളി ഒരു ഹോൾ കിട്ടും. മങ്ങിയ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ക്യാമറയിൽ അത് അത്രത്തോളം അങ്ങോട്ട് അറിയുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇത് നേരിട്ട് കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഹാൾ കിട്ടും. അതിന് മുമ്പ് ഞാൻ ഇതുപോലൊരു ഹാൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോള്. അങ്ങനെ ആ ഹോള് കുറച്ച് നേരം കണ്ടു നിന്നതിന് ശേഷമാണ് നമ്മൾ, അതായത് കല്യാണ പെണ്ണും ചെക്കനും ഇതുവരെ എത്തിയിട്ടില്ല. അവർക്ക് വരാനൊരു ടൈമുണ്ട്. ആ ടൈമിലാണ് അവർ കല്യാണ മണ്ഡപത്തിലേക്ക് എൻട്രി ചെയ്യുക കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഫുഡ് കഴിക്കാം. അവിടെയുള്ള റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അവരുടെ അടുത്തൊക്കെ നമുക്ക് സംസാരിക്കാം. നമുക്ക് എന്ന് പറഞ്ഞാൽ മലേഷ്യൻ മലബാറീസ് കുറച്ച് പേരായിട്ടോ അറിയുള്ളൂ. അങ്ങനെ നമുക്ക് അറിയുന്നവരൊക്കെ നമ്മൾ കണ്ടു, സംസാരിച്ചു. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് ഇതാ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒക്കെ ഒരു മലേഷ്യൻ ഒരു അറബിക് മിക്സഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. ഇത് സെന്തോൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ ചൊരൻഡേയ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചൊരൻഡേയ്സും പിന്നെ കുറേ തേങ്ങാപ്പാലും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു, നമുക്ക് വേണമെങ്കിൽ പായസം എന്നൊക്കെ അങ്ങോട്ട് പറയാം, അങ്ങനത്തെ മാതിരത്തെ ഫുഡാണ് കേട്ടോ ഈ സെന്തോൾ എന്ന് പറയുന്നത്. പിന്നെ ഇതാ റൈസ് വന്നിട്ട് ഒരു മന്തി റൈസ് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പായസം പോലത്തെ ഒരു സംഭവമാണ് ഇത്. നല്ല ടേസ്റ്റുള്ളൊരു മധുരമുള്ളൊരു ഡിഷാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ സ്വീറ്റ്സുകളാണ് കേട്ടോ. പിന്നെ ഐസ്ക്രീം ഉണ്ട്. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ്. ഞാനെടുത്ത ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. ഇത് ഒരു പുളിയഞ്ചിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള, എന്താണ് ഈ കുരു എന്ന് എനിക്ക് മനസ്സിലായില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനകത്തത്തെ സീഡ് ഇത് എങ്ങനെയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ അമ്പായങ്ങൻ്റെ മാതിരിയൊക്കെ തോന്നുന്നത്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു അച്ചാർ പോലത്തെ ഒരു സംഭവം. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കേക്കൽ കഴിഞ്ഞിട്ട് കൈ കഴുകാനുള്ള സംഭവം നമ്മളിത് ആദ്യമായിട്ട് ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാട്ടോ ഈ ഒരു സംഭവം കാണുന്നത്. അതായത് കൈ കഴുകാൻ നമ്മൾ ഇരിക്കുന്ന ചെയറിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് കൈ കഴുകാൻ പറ്റും കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കല്യാണങ്ങൾക്ക് കൂടിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതായത് ഈ ജഗ്ഗിൽ വെള്ളം ഉണ്ടാവും, എന്നിട്ട് ഇപ്പോൾ ഷെയ്നുവിൻ്റെ കൈ ഷൈഗാക്കു കഴുകുന്നു അതുപോലെ നമുക്ക് കഴുകുക. ആ പാത്രത്തിൻ്റെ മുകളിലുള്ള അടപ്പിന് ഹോളുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കൈ കഴുകി
കഴുകിയ വെള്ളം അതിലേക്ക് പോകും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെന്താ സംഭവം നമ്മളിങ്ങനെ ചിന്തിച്ചു, പക്ഷെ എന്താണ് എന്നറിയില്ല. അതിന് വേറൊരു ഫാമിലി ഇതിൽ കൈ കഴുകണ കണ്ടപ്പോഴാണ് ഇത് കൈ കഴുകാനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലായത് കേട്ടോ. അങ്ങനെ ഇതാ കല്യാണ പെണ്ണ് വരാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് നടന്നു പോകുന്നത് ഇത് കല്യാണ ചെക്കൻ്റെ, അതായത് സൗദിയാണ് എന്ന് പറഞ്ഞല്ലോ ഗ്രൂം, അപ്പോൾ അവരുടെ ഉമ്മയും ഉപ്പയാണ് ഈ നടന്നു പോകുന്നത്. അതിനത് രണ്ടാമതായിട്ട് വരുന്നത് പെണ്ണിൻ്റെ ഉമ്മയും ആങ്ങളെയുമാണ് കേട്ടോ. ഉമ്മ മറിയത്താത്ത നമ്മളുടെ ഫ്രണ്ട് ആണ് കേട്ടോ ഈ വരുന്നത്. അങ്ങനെ ഇതാ ഫൈനലി നമ്മളുടെ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും ഇതാ എൻട്രി ചെയ്യാണ്. നല്ല അടിപൊളിയാണ്. ആ ടൈമിൽ നമ്മളുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അവരുടെ ഭാഗത്തുള്ള ലൈറ്റ് മാത്രം ഓൺ ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് യാ നബി സലാം അലൈക്ക എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ വെച്ചിട്ടാണ് അവർ വരവേൽക്കുന്നത്. ഒരു ഫീൽ ഇട്ടാ ഭയങ്കര രസമുണ്ട് കാണാനായിട്ടത്. നല്ല രസമുണ്ട് കേൾക്കാൻ. മലേഷ്യൻ കല്യാണങ്ങൾക്കൊക്കെ ആങ്കറിങ് ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ ആൾക്കാർ അവിടെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അവർ സ്റ്റേജിന്റെ സൈഡിലോ അല്ലെങ്കിൽ സ്റ്റേജിന്റെ താഴെയോ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അവരാണ് എല്ലാവിധ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ദ്വാർക്കലൊക്കെ അവർ തന്നെയാണ് ചെയ്യുക കേട്ടോ. maklumlah dipanggil Raja Sehari. Hari ini menugal jagung, hari esok memintal tali. Hari ini kita berkampung meraihkan mempelai dua sejoli. Begitu berseri. അങ്ങനെ പെണ്ണും ചെക്കനും സ്റ്റേജിൽ കയറിയിരുന്നു. ദ്വാരക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ അത് കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് പോന്നു കേട്ടോ. പിന്നെ ഇവിടെയുള്ള മലേഷ്യൻ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ കൂടിയിട്ട് തിരിച്ചു പോരുന്ന ടൈമിൽ അവർ നമ്മളുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് തരും കേട്ടോ. ഗിഫ്റ്റിൽ എന്തും ആയിരിക്കാം, ചിലപ്പം എന്തെങ്കിലും സ്വീറ്റ്സ് ഐറ്റംസ്, വെള്ളം, ബണ്ണ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കേട്ടോ. എന്തായാലും അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഷെയ്നുവിനും ഷെസക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സ്വീറ്റ്സ് ആണ് കേട്ടോ ഇതിനകത്തുള്ളത്. അപ്പോൾ അത് ഇവിടുത്തെ ഒരു കൾച്ചറാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടു ഇതാണ് ചെക്കൻ്റെയും പെണ്ണും വന്ന കാറ് നമുക്ക് മനസ്സിലായി കേട്ടോ. ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ കാർമിയും ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് ഒരു മലേഷ്യൻ മലബാറിയും സൗദി കല്യാണം, മലേഷ്യൻ മലബാറി പ്ലസ് സൗദി കല്യാണം. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.